വയനാട് പുനരധിവാസം വൈകുന്നതിൽ UDF പ്രതിഷേധം കടുപ്പിക്കുകയാണ്. വയനാട് കളക്ടറേറ്റിലേക്ക് എത്തിയ ജീവനക്കാരെ പ്രവർത്തകർ തടഞ്ഞു. ടി സിദ്ദിഖ് MLA യുടെ നേതൃത്വത്തിൽ നടന്ന രാപ്പകൽ സമരത്തിന്റെ തുടർച്ചയായാണ് കളക്ടറേറ്റ് വളയൽ പ്രതിഷേധം. സ്ഥലത്ത് വലിയ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിട്ടുണ്ട്. ഈ സമരം തീക്ഷ്ണമായ സമരമാണ്. ഏഴ് മാസക്കാലം ഞങ്ങൾ ആരും ഒരു അക്ഷരം ഉരിയാടിയിട്ടില്ല. ഞങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് പോയിട്ടില്ല. ഞങ്ങളെല്ലാം കടിച്ചമർത്തുക. മുഖ്യമന്ത്രി എന്ന് പോയതാണ്? മുഖ്യമന്ത്രി ദുരന്ത സ്ഥലത്ത് നിന്ന് മുഖ്യമന്ത്രി പോയത് പ്രധാനമന്ത്രി പോകുന്ന ദിവസം പോയതാണ്. ഇതുവരെ തിരിഞ്ഞു നോക്കാൻ ആളില്ല. അവരവിടെ നിന്നാണ് തീരുമാനമെടുക്കുന്നത്. ദുരന്ത ബാധിതർ നേതൃത്വം കൊടുക്കുന്ന സമര, അവരുടെ വൈകാരിക സമര. ആ സമരത്തെ പൊളിക്കാൻ ഒരു ശക്തിയെയും ഞങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമില്ല. പോലീസിനെ ഉപയോഗിച്ച് സമരത്തെ പൊളിക്കാൻ പിണറായി ഭരണകൂടം നടത്തുന്ന ഈ ഗൂഢാലോചന ദുരന്ത ബാധിതരായ ജനം നിന്ന് ചെറുക്കും, പ്രതിരോധിക്കും, തർക്കമില്ല. ശക്തമായ പ്രതിഷേധത്തിലേക്ക് UDF പോവുകയാണ്. ഇപ്പോൾ അഖില CP വിവരങ്ങളുമായുണ്ട്. അഖില, എന്തൊക്കെയാണ് UDFന്റെ സമരത്തിന്റെ ആവശ്യങ്ങൾ? അഭിലാഷ്, അതായത് ഇന്നലെ വൈകുന്നേരം മുതൽ രാപ്പകൽ സമരം തുടങ്ങിയിരുന്നു. ടി സിദ്ദിഖിന്റെ, അതായത് കോൺഗ്രസ് നേതാവ് ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ ഇന്നലെ വൈകുന്നേരം 3 മണിയോടെ തുടങ്ങിയ സമരമാണ്, രാപ്പകൽ സമരമാണ്. അത് ഇന്ന് 7 മണിയോടെ അവസാനിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കളക്ടറേറ്റിനുള്ളിലേക്ക് ഒരു ഉദ്യോഗസ്ഥരെയും കയറ്റിവിടില്ല എന്നുള്ളൊരു ഉറച്ച തീരുമാനം ഇന്നലെ ടി സിദ്ദിഖ് ഉൾപ്പെടെയുള്ള നേതാക്കൾ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ ആളുകളെ പുനരധിവസിപ്പിക്കണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ UDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. UDF ഒറ്റയ്ക്കല്ല, ദുരിതബാധിതരും ഈ സമരത്തിനോടൊപ്പം ചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഏറ്റവും പിറകുവശത്തായിട്ടിരിക്കുന്നത് ദുരിതബാധിതരാണ്. തങ്ങളെ പുനരധിവസിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവരും കഴിഞ്ഞ ദിവസങ്ങളിൽ സമരം നടത്തിയിരുന്നു. അതിന്റെ തുടർച്ച എന്നോണമാണ് ഇപ്പോൾ UDFനോടൊപ്പം ചേർന്ന് അവരും സമരം നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 ഗേറ്റുകളിലായി, അതായത് കളക്ടറേറ്റിന്റെ പ്രധാന 2 കവാടങ്ങളിലായി UDF നേതാക്കളും UDF പ്രവർത്തകരും ഇത്തരത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത്. പല ഉദ്യോഗസ്ഥരും കളക്ടറേറ്റിനുള്ളിലേക്ക് കയറാൻ ശ്രമം നടത്തിയിരുന്നെങ്കിലും UDF പ്രവർത്തകർ അതിന് അനുവദിച്ചില്ല. ഈ പറയുന്നത് പോലെ ഉദ്യോഗസ്ഥരെല്ലാം പുറത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പല ദുരിതബാധിതരും ഇപ്പോൾ UDFനോടൊപ്പം ഈ സമര പരിപാടിയിൽ മുന്നിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ എൽസ്റ്റേൺ എസ്റ്റേറ്റിൽ പുനരധിവാസം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സമരമുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് ഇന്നും സമരം നടക്കുന്നത്. വളരെ ശക്തമായ സമരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ് ഉൾപ്പെടെയുള്ളവരുമായി പ്രവർത്തകരും പോലീസും എല്ലാം ഇത്തരത്തിൽ തമ്മിൽ തർക്കവും ഉണ്ടായി. അതായത് ഈ ഉദ്യോഗസ്ഥരെ കളക്ടറേറ്റിനുള്ളിലേക്ക് കയറ്റിവിടാത്തതുമായി ബന്ധപ്പെട്ടപ്പോൾ ഏറ്റവും പ്രധാനമായി പറയുന്നത് ഈ എൽസ്റ്റേണിൽ 7 സെന്റിൽ ഈ പറയുന്നത് പോലെ വീട് നിർമ്മിച്ച് നൽകുന്നതിൽ ഒരു അതൃപ്തി ദുരന്ത ബാധിതർക്കുണ്ട്. ഏകദേശം 10 സെന്റെങ്കിലും തങ്ങൾക്ക് അനുവദിക്കണം. കൃഷിയും മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ മേപ്പാടിയിൽ ജീവിച്ചിരുന്നത് എന്നുള്ളതാണ് അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, എവിടെയാണ് തങ്ങൾക്ക് പുനരധിവസിക്കേണ്ടത് എന്നുള്ളൊരു തീരുമാനം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനമെടുക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ട് എന്നും ഇന്നലെ ഈ ജനകീയ ആക്ഷൻ കമ്മിറ്റി പറഞ്ഞിരുന്നു. അതായത് ഈ പറയുന്നത് പോലെ മേപ്പാടിയും എൽസ്റ്റേൺ എസ്റ്റേറ്റും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ദുരിതബാധിതരൊക്കെ മിക്കവരും ജോലി ചെയ്യുന്നത് മേപ്പാടിയിലാണ്. അപ്പോൾ എൽസ്റ്റേൺ എസ്റ്റേറ്റിൽ വീട് നിർമ്മിച്ചാൽ ഈ ദിവസവും പോയി വരുന്നത് പ്രായോഗികമായ ഒരു കാര്യമല്ല എന്നുൾപ്പെടെയുള്ള ആശങ്കകൾ ഈ ജനകീയ ആക്ഷൻ കമ്മിറ്റിയിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം ഈ മേപ്പാടി പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലുള്ള അംഗങ്ങളൊക്കെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, പുനരധിവസം ഈ സംഭവം ഉണ്ടായി 7 മാസം നടന്നു, ഇതുവരെ ഒരു പട്ടിക പോലും പുറത്തുവിടാൻ പറ്റിയിട്ടില്ല. തീർച്ചയായിട്ടും അഖില, അവിടെ UDF സമരത്തിൽ ജീവനക്കാരെ തടയുന്നുണ്ടെന്ന് തോന്നുന്നു. അഖില അവിടേക്ക് പോകും. എന്തായാലും എൽസ്റ്റൺ എസ്റ്റേറ്റിൽ 7 സെന്റ് സ്ഥലം എന്നുള്ളതാണ് ഇന്നലെ മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുന്നത്. 7 സെന്റ് സ്ഥലത്ത് വീട് വെച്ച് 20 ലക്ഷം രൂപയുടെ വീട്.